ഹലോ ഫ്രണ്ട്സ്, KL91 ബ്ലോഗിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞങ്ങളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് സംവിധാനങ്ങളൊക്കെ മാറ്റി ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിനി ഡെയിലി ഓരോ വീഡിയോസോ അല്ലെങ്കിൽ ഓരോ ഷോർട്സുകളോ വഴിയായിട്ട് എല്ലാവരും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും KL91ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ ഓണത്തിൻ്റെ കുറച്ച് പൂക്കൾ കണ്ട വളരെ മനോഹരമായിട്ട് കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇന്ന് ചെറിയൊരു വീഡിയോയിലേക്ക് ഒരു തുടക്കം ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, പോട്ടെ. ഞങ്ങളുടെ ചെറിയൊരു ജംഗ്ഷനിൽ കാര്യത്തിൽ ഇവിടെയും സഹായിക്കുന്നുണ്ട്, ടൈലറിങ്ങിന് സഹായിക്കുന്നുണ്ട് നമ്മുടെ ഭാര്യ. അത് വീട്ടിൽ കൊണ്ടൊക്കെ തയ്ക്കുമ്പോൾ അതോടെ വെച്ചെടുത്തു. അപ്പോൾ ഇന്നലത്തെ രാത്രിയിൽ തയ്ച്ചത് ഇതിൻ്റെ ഡ്രസ്സുകളുടെ ഇതാണത്. നമുക്ക് ഇതാണ് ഞങ്ങളുടെ പള്ളിയുടെ, ഇതാണ് മാരാങ്കോട് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം. വലിയ ഇതൊന്നുമില്ല, വളരെ വില്ലേജിൽ 1-2 കടകളുള്ള ചെറിയൊരു സ്ഥലം. ഞങ്ങളുടെ ദേവാലയം ഇതാണ്. ദേവാലയത്തിൻ്റെയൊക്കെ വീഡിയോ പിന്നീട് നമുക്ക് ദിവസം എടുക്കാൻ പറ്റും. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുറ്റിക്കാട് എത്തും. അവിടെയാണ് പുള്ളി തയ്ക്കാൻ പോകുന്ന സ്ഥലം. ടൈലറിങ് സെൻ്ററാണ്. അത് സീസണിൽ മാത്രമേ ഉള്ളൂ. ഈ വരുന്നത് ഞങ്ങളുടെ ലോട്ടറിക്കാരനാണ്, നാഥൻ ചേട്ടൻ. അതൊക്കെ പിന്നീട് പരിചയപ്പെടുത്താം നമുക്ക്. ആ പള്ളി കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ, ജസ്റ്റ് 1 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഇവിടെ സെൻറ്റ് മേരീസ് ദേവാലയമുണ്ട്. ഞങ്ങളിപ്പോൾ ഈ കാറിൽ നിന്നാണ് ഇത് പിടിക്കുന്നത്, ചെറിയ വണ്ടിയിൽ. അപ്പോൾ അതിൻ്റെ കുടുക്കൊക്കെ ഉണ്ടെന്നു അല്ലേടാ? കുടുക്കൊക്കെ ഉണ്ടാവും അല്ലേ? ചെറുതായിട്ടുണ്ടാവും. ഇത് ഇവിടെ ഒരു മനോഹരമായ ദേവാലയമാണ്, സെൻറ്റ് മേരീസ് ചർച്ച്, സൗത്ത് മാരാങ്കോട്. ഇവിടെ പെരുന്നാളുണ്ടോ? ഓഗസ്റ്റ് 15. ഇത് മാതാവിൻ്റെ പള്ളി ഏതാണ്ട് പെരുന്നാളിൻ്റെ തുടക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ. ഓഗസ്റ്റ് 15 അല്ലേ? ഓക്കെ. ഈ വഴിക്ക് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്ന വഴികളാണ്. ഞങ്ങൾ സ്കൂള് കാലഘട്ടങ്ങളിലൊക്കെ ഇതിലേ പോവാം, അപ്പുറത്തോടെ പോവാം. ഞങ്ങളുടെ വീടിൻ്റെ കൂടെ വേറൊരു വഴിയുണ്ട്, 3-4 വഴിയുണ്ട്. വേറെ പ്രത്യേകത, ഇവിടെ ഒരു കപ്പത്തോടുണ്ട്. കപ്പത്തോട് മുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ കപ്പത്തോട് വേഗം നിറയണേന്ന് പ്രാർത്ഥിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ സ്കൂളിൽ വിടും, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് വിടും, 11 മണിക്ക് വിടും. കപ്പത്തോട് മുങ്ങി എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ മാഷന്മാരെ എല്ലാവരും വന്ന് അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാനുണ്ടോ അവിടെ. അന്നൊക്കെ വളരെ ചെറിയൊരു പാലമായിരുന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം വഴിയായി, ടാറിങ്ങായി, ശരിക്കും നന്നായിട്ട് മുങ്ങിപ്പോകുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ അത് നമുക്കിപ്പോൾ കാണാം. ഞങ്ങൾ ഇതിൽ വന്നപ്പോഴേ ഒരു സാധനം, ഒരു സഞ്ചിയും ഒരു കന്നാസും ആരോ വഴിയിൽ നിന്ന് പോയിട്ടുണ്ട് ഇവിടെ. പാവം ബൈക്കിൽ നിന്ന് പോയതായിരിക്കാം. അത് ആൾക്ക് നമുക്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഇവിടെ സൊസൈറ്റി ഉണ്ട്, അവിടെ നിന്ന് വെളിച്ചെണ്ണ മേടിക്കാനെങ്ങാനും പോയതായിരിക്കാം. ഇത് തുറന്നേടി ഗ്ലാസ്, ഇവിടെ ഇത് തുറന്നേടി. എവിടെ? ഇവിടെ വയ്ക്കാം അല്ലേ? എന്നാ ഈ വടിമ കുത്തി വെച്ചാലോടാ. ഇത് ഇറങ്ങിയാടാ, ഈ വടിമ കുത്തി വയ്ക്കാം. അങ്ങോട്ട് നമുക്കിത് ഏതെടുത്ത് വണ്ടി കയറി പോകും. വലിയ വിലയുടെ ഇല്ലെങ്കിലും ഒരു 10-50 രൂപയുടെ ഒരു ക്യാനും ഒരു സഞ്ചിയാണ്. സഞ്ചിയിൽ വല്ലതും ഉണ്ടെന്ന് നോക്കി നോട്ടെ. സഞ്ചിയിലൊന്നുമില്ല, ഒരു മുളകിൻ്റെ ഒരു പീസ് ഒക്കെ ഉണ്ട്. ആ വടിമ ഈ വടിയുടെ കുളത്തിൽ കുത്തി വയ്ക്കി. അതിലേക്ക് കുളത്ത് ഇത് ഇവിടെ വയ്ക്കടാ. ഇവിടെ വെച്ചോ? അല്ല, ഇവിടെ വെച്ചോളേ. ഇതിലേക്ക് കൊളുത്തേനി രണ്ടും അല്ല, ഈസി പരിപാടിയാ. യെസ്, അതുകൂടിക്കട്ടെ അല്ലേ? ഇത് പിടിച്ച് നീ വെച്ചേന്ന് സെറ്റ് ചെയ്ത് വെച്ച്. അത് കന്നാസ് കാണോപ്പേ അനിക്കട്ടെ അല്ലേ? അതെ, അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ കണ്ടെടുത്തോളൂ. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയ ആൾക്ക് ഇത് തിരിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വണ്ടി കയറാതിരിക്കാൻ. എത്രയും പെട്ടെന്ന് എടുക്കുക. ഓക്കെ,
വെളിച്ചെണ്ണയുടെ ആയിക്കുള്ളൂ. അപ്പൊ പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോ കുറ്റിക്കാട് എത്താറായി. ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ കുറ്റിക്കാട് ജംഗ്ഷനിലേക്ക് എത്തും. കുറ്റിക്കാട് എന്ന് പറയുന്ന സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂള്, അതുപോലെ തന്നെ +1 +2 അതൊക്കെ ഇല്ലേ ഇവിടെ, അത് ഒന്ന് തുടങ്ങി 10 മുതൽ ക്ലാസ്സുകൾ, പിന്നെ നല്ല മനോഹരമായൊരു ദേവാലയം, വളരെ അപ്പോഴും ശാന്തമായിട്ടുള്ളൊരു സ്ഥലം അല്ലേ. വളരെ ഞങ്ങളുടെ ഓർമ്മകളിലൊക്കെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ഇപ്പോൾ കുറ്റിക്കാട്. പള്ളി, സ്കൂൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സ്ഥലമാണ് കുറ്റിക്കാട്. പഠനം മുഴുവൻ അവിടെയായിരുന്നു. വലിയ പഠനങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള പഠനമൊക്കെ അവിടെയായിരുന്നു അല്ലേ. ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂളുകളൊക്കെ മാറി. ഞങ്ങളൊക്കെ അതുകൂടെ ഈ സൈഡിലൊക്കെ നിറച്ച് സ്കൂളായിരുന്നു. ഇതാണ് കുറ്റിക്കാട് ദേവാലയം. കഞ്ഞിപ്പുര. നീ പഠിക്കുമ്പോൾ കഞ്ഞിപ്പുര ഇവിടെ ആയിരുന്നോ? അതല്ലേ, അതെ അതെ. അപ്പൊ ഇതാണ് ഏറ്റവും ഞങ്ങളുടെ ഓർമ്മയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങൾ കാണുന്ന ദേവാലയവും പള്ളി പരിസരങ്ങളും. ഇതാണ് കുറ്റിക്കാടിന്റെ മനോഹാരിത. ഇവൻ പഠിച്ചത്, ചേട്ടൻ പഠിച്ചത്, എല്ലാവരും പഠിച്ചത് ഇവിടെയാണ്. ഇതാണ് കുഞ്ഞു കുഞ്ഞു കടകളാണ്. ഇവിടെയാണ് ആളുടെ കംപ്ലീറ്റ് ടൈലറിങ് സെന്റർ. അവിടെ നിങ്ങളുടെ ലില്ലിയോട് നോക്കുന്നുണ്ട്. അന്ന് ഓക്കെ, ടാറ്റാ. ഇനി എപ്പോഴാ വരാ? വരാം, ഞങ്ങൾ വണ്ടി കൊണ്ട് വരാം. അതായത് ഇതാണ് ഇവിടുത്തെ കപ്പത്തോട് എന്ന് പറയും. അതിൻ്റെ ഞങ്ങൾ ചെറുപ്പം മുതൽ കേട്ടിരിക്കുന്ന പേരാണ് കപ്പത്തോട് എന്നുള്ളത്. അത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇതിങ്ങനെ ഒരു നിർമ്മിതിയായിട്ടുള്ള തോടല്ല ഇത്. മഴവെള്ളം വന്ന് അങ്ങനെ പ്രകൃതി തന്നെ, അല്ലെങ്കിൽ വെള്ളം ഒഴുകി വന്നിരിക്കുന്ന ഒരു തോടാണെന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവുണ്ടെങ്കിൽ പറയാ. ഓക്കെ. കപ്പത്തോട് എന്ന് പറയുന്നൊരു വാക്കാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളത്. നല്ലൊരു ഇതാണ്. ഇവിടെയൊക്കെ പണ്ട് വെള്ളം വന്ന് മുങ്ങാറുണ്ട്. ഇതിപ്പോ ഇതിങ്ങനെ തടയണ പോലൊരു സാധനം വെച്ചിരിക്കുന്നു. കുട്ടികൾ ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. ഇതിലിറങ്ങി നോക്കട്ടെ. അപ്പോൾ സൂക്ഷിച്ചൊക്കെ വരണം. ഞാൻ പിന്നെയും പറയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൊച്ചിറക്കുന്ന ഇതിനകത്ത് എന്താ പറയുക, അപകടപ്പെട്ടു പോയി. വളരെ എന്താ പറയുക, വേദനയായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. ഇതാണ് കപ്പത്തോട്. ഇതിങ്ങനെ തടയണ വെച്ചിരിക്കുന്നുണ്ട്. തടയണയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വെള്ളം കുറയുന്ന സമയമുണ്ടല്ലോ, മഴ മാറുമ്പോൾ ഇത് ഇറക്കിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കിട്ടാവുന്ന രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ കേസ് ഇങ്ങനെയാണ്. ഇതിപ്പോൾ വെള്ളം കുറവാണ്. മഴ പെയ്യുമ്പോൾ നല്ല ഉഷാറായിട്ടുള്ള ഇതൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. ഞങ്ങളിത് ഈ പ്രദേശത്ത് കൂടെ ഇങ്ങനെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അന്ന് കാലങ്ങളിലൊക്കെ ഞങ്ങൾ കടത്തിവിട്ട ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു ഇവിടെ. ഓക്കെ കേട്ടോ. ഇതിപ്പോൾ അധികം കണ്ട് എടുത്ത് കാണിക്കുന്നില്ല. എനിക്കത്ര സേഫ്റ്റി ആയിട്ട് തോന്നുന്നില്ല ഇവിടെ നിൽക്കുന്നിട്ട്. ഓക്കെ. വെള്ളത്തിൻ്റെ കാര്യത്തിലോ മലയുടെ കാര്യത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ കെയർ ചെയ്ത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടമാണ്. അത് എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്നുകൂടി പറയാണ്, വലിയ സ്നേഹം കാണിക്കാൻ, വലിയ അഭ്യാസങ്ങൾ കാണിക്കാൻ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആഴം എത്രയാണെന്നോ ഡെപ്ത് എത്രയാണെന്നോ അതിൻ്റെ ഒഴുക്ക് എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. നമുക്ക് നീന്തലും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ വളരെ ജസ്റ്റ് ഒന്ന് കാണിച്ച് ഇങ്ങോട്ട് പോരാണ്. നന്നായിട്ട് കാണിക്കുന്ന ആളുകളുണ്ട്. അവർക്കും അതൊക്കെ നല്ല കാര്യമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്ന ആളുകളും കാണിച്ചു തരുന്ന ആൾക്കാരും ഉണ്ട്. അവർക്ക് കുറേ കൂടി സേഫ്റ്റി ആയിട്ടുള്ള പോയി ചെയ്യാവുന്ന സംവിധാനവും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ കാണിക്കട്ടെ. നമ്മൾ കാണുന്നുണ്ടല്ലോ വീഡിയോസ്. എടാ, നമ്മൾ മറ്റേ കന്നാസ് എടുത്ത് വെച്ച് കൊണ്ടുപോയില്ലേ? അത് കൊണ്ടുപോയിട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കന്നാസ് സഞ്ചിയും അപ്പുറത്ത് വെച്ചിട്ടുണ്ടായില്ല, അത് കൊണ്ടുപോയിട്ടാ. ഓക്കെ, വാ നമുക്ക്. ഇതൊരു ഓട്ടോ ടാക്സിയാണ്. എനിക്ക് ഡിവൈനിലെ ശുശ്രൂഷകൾ, അല്ലെങ്കിൽ പാട്ട്, കീബോർഡ്, അങ്ങനെയുള്ള ചെറിയൊരു കലാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനൊരു 10-27 വർഷമായിട്ട്, 30 വർഷത്തോളമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ കീബോർഡും, അതുപോലെ തന്നെ തെലുഗു, തമിഴ്, മലയാളം,
കന്നഡ കുറച്ച്, അങ്ങനെ 3-4 ഭാഷയിൽ പാട്ട് പാടി കീബോർഡ് വായിക്കുന്ന ഒരാളാണ് വർഷങ്ങളായിട്ട്. കഴിഞ്ഞ ദിവസം കൂടി ഈ പ്രോഗ്രാം കഴിഞ്ഞുള്ളൂ. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാം വരുന്നത് 21, 22, 23 വരുന്നുണ്ട് പ്രോഗ്രാം. അപ്പം അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതിപ്പോൾ ഇവിടെ ഒരു കോടശ്ശേരി എക്കോ ഹെൽത്ത് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. ഇതാണത്. ഒരു മിനിറ്റ് നിർത്തിയിടാം. പിന്നീട് നമുക്കൊരു അവസരത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. നമുക്ക് എക്കോ ഹെൽത്ത് അങ്ങനെ എഴുതിയതാ, കോടശ്ശേരി എക്കോ ഹെൽത്ത് പാർക്ക്. അതായത് നല്ല കൂളിങ്ങും എന്താ പറയുക തണുപ്പും ഓക്സിജൻ അത്രയും നല്ല ഫ്രഷ് എയറും കിട്ടുന്ന സ്ഥലമാണ്. അതാണ് അത്രയാണ്. വേറെ കാഴ്ചകൾക്ക് അധികമായിട്ട് വലിയ ഇതൊന്നും വന്നിട്ടില്ല. ഇനി ഡെവലപ്പ് ചെയ്ത് വരും അത്. അപ്പോൾ പോകാം, നമുക്ക് നോക്കാം. അതെ, അതിൻ്റെ ടോയ്ലറ്റ് പാർക്കിൻ്റെ. നമുക്ക് വെയിലായതുകൊണ്ട് നല്ല ഗ്ലാസ് കൊണ്ട് ഭയങ്കര ഷെയ്ഡ് ഉണ്ട് കേട്ടോ. സാറില്ല, ഈ കാണുന്ന മരങ്ങൾ മുഴുവൻ അക്വേഷ്യ എന്ന് പറയുക, അതിനെ വേറെ പേരുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഞങ്ങളുടെ അപ്പന്മാരും അല്ലെങ്കിൽ കാരണന്മാരും വഴിയായിട്ട് വന്നിരിക്കുന്ന വാമൊഴികൾ എന്ന് പറയില്ലേ, അങ്ങനെ പകർന്ന് കിട്ടിയേക്കണ അറിവുകളാണ്. കണ്ടോ, മുഴുവൻ കാട്, ഞങ്ങളുടെ പ്രദേശം മുഴുവൻ. ഇതിനകത്ത് നല്ല കുറുക്കന്മാരുണ്ടാവും, പന്നികളും ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ വരുള്ള ഒരു മലയിൽ നിന്ന് ഇറങ്ങി ഇവിടെ റെസ്റ്റ് എടുത്ത്. നീ കണ്ടിട്ടുണ്ടാ പന്നീനെ? കണ്ടിട്ടുണ്ടാ വഴിയില്? വന്നല്ലേ? അവിടെ മലയുടെ സൈഡ് കളിക്കാൻ വന്നു. സൂക്ഷിച്ച് കളിക്കണം ഉമ്മാര് പന്നീരുടെ അടുത്ത്. ഈ സ്ഥലം ഞാൻ പറഞ്ഞത് ഷൂട്ട് ചെയ്ത സ്ഥലം സിനിമയുടെ. ഇതിൻ്റെ ഉള്ളില് ഒരു നേരെ പോട്ടെ കേട്ടോ, പതുക്കെ പോക്കാം. ഇതിൻ്റെ ഉള്ളില് ഇതിനകത്തൊരു ഇത് പോലീസ് സ്റ്റേഷൻ ആക്കിയിരുന്നു. ഇത് ഫോറസ്റ്റ് സ്റ്റേഷനാണ്. എന്തോ ഒരു ഓഫീസാണ് അവരുടെ. ചെട്ടിക്കുളം നഗരവനം അതാണ് കാണിക്കുന്നത്. നഗരവനം എന്ന് പറഞ്ഞ് കളിച്ചിരിക്കുന്നത്. നഗര പേര്. ഞങ്ങളുടെ ഏരിയ അത്രയും മനോഹരമാണ്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് കാണാൻ പറ്റിയ സ്ഥലം. നിങ്ങൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ? ഒരുപാട് റീൽസിലുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വാഹനം. എനിക്ക് പ്രോഗ്രാമില്ലാത്തപ്പോൾ ഞാൻ ഓട്ടോ ടാക്സി പോകും. അവർക്കൊക്കെ ലൈസൻസ് ആയതാണ്. എല്ലാവർക്കും ലൈസൻസ് ഉള്ളതാണ്. മക്കൾക്ക് 2 പേർക്ക് ലൈസൻസ് ഉണ്ട്. ഇളയവന് ലൈസൻസ് എടുക്കേണ്ട സമയമായി. അതിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചാലക്കുടി, റൈറ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോകാം. വന്ന വഴിയല്ലത്. കുഞ്ഞു കുഞ്ഞു വഴികളും വനങ്ങളാൽ സമൃദ്ധമായ വെള്ളവും കനാലും വെള്ളവും മരങ്ങളും പട്ടിയും കോഴിയും പൂച്ചയും എല്ലാം സമൃദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഞങ്ങളുടെ പ്രദേശം. ഉള്ളിൽ കിടക്കാൻ പാടില്ല, ഫോറസ്റ്റിൻ്റെ ആയാലും അതില്ല. അവിടെ പോയിട്ട് എടുക്കാം നമുക്ക്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൈറ്റ് കിട്ടും. അത് എൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരുപാട് റീലിനൊക്കെ വന്ന് എല്ലാവരും കണ്ട് പരിചയമാണ്. അപ്പം നമ്മുടെ സ്വന്തം നാടെന്നുള്ളതിൽ നമുക്ക് കാണിക്കാം ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇത്. അപ്പോൾ ഇത് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരുപാട് റീൽസുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രദേശമാണ് ഞങ്ങളുടെ ചട്ടിക്കുളം. അപ്പോൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഞങ്ങളുടെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഞങ്ങളൊക്കെ സഹായിക്കാം. ഞങ്ങളെ സഹായിക്കാനൊന്നുമില്ല, വന്ന് എടുത്തിട്ട് പോകാമെന്ന് കേസുള്ളൂ. നല്ല രസമായിട്ട് റോഡിൽ നിങ്ങൾ എടുക്കണേ ആരും ഒന്നും പറയത്തില്ല. റോഡിൽ എന്തുമാത്രം ഷോട്ട് വേണ്ടി എടുക്കാം. ഇതിനകത്തേക്ക് കയറാൻ പാടില്ല. അത് ഫോറസ്റ്റിൻ്റെ അനുവാദമില്ല. നമുക്ക് റോഡ് എടുക്കാം. ഈ കാണുന്നതൊക്കെ മദിരാശി മധുരങ്ങളെന്നാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. മദിരാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതിൻ്റെ ഒരു കായുണ്ട്, ഒരു നീളത്തിലൊരു കായുണ്ട്. ഞങ്ങളത് കഴിച്ചിട്ടുണ്ട്. ചെറിയൊരു മധുരം ഉണ്ട് അതിൻ്റെ തോടിനൊക്കെ. വായ പൊള്ളും. എനിക്ക് ആ ഓർമ്മയുണ്ട്, ചെറിയതായിട്ട് വായൊക്കെ പൊള്ളിപ്പോകും. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു ഏരിയ, അത്രയും ഞങ്ങളുടെ ഭാഗ്യമാണ്. കോടശ്ശേരി ഒരു ഗ്രാമത്തിൽ, കോടശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ ജനിച്ചു വളർന്നതൊക്കെ വെച്ച് ഞങ്ങൾക്ക് ഭാഗ്യമാണ്. അത്രയും ഫ്രഷ് ഓക്സിജൻ, എന്താ പറയുക, ശുദ്ധമായിട്ടുള്ള ഒരു പ്രദേശം. വളരെ പാവപ്പെട്ട കുറേ ജനങ്ങൾ, അധ്വാനിക്കുന്ന കുറേ മക്കൾ. ഞാനും ഈ വണ്ടിയൊക്കെ ഓടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്ന പ്രോഗ്രാമിലേക്ക്. അപ്പോൾ ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗിൻ്റെ. അപ്പോൾ 91 വ്ളോഗിലെ എല്ലാ പ്രേക്ഷകർക്കും ഇത് ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോസിലൂടെ ഇനിയും കാണാം. അപ്പോൾ ഞങ്ങളുടെ അഡ്രസ്സ് ഇതാണ്. എന്ത് പറയണം അതിന്? അഡ്രസ്സ് എന്നല്ലല്ലോ പറയാ, ചാനൽ ഇത്. അത് പറഞ്ഞ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിമിതികളുണ്ട്. ഒരുപാട് ഭാഷയുടെ പരിമിതിയുണ്ട്, ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പറയാനൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ തുടക്കമാണ്. എന്നാലും ഞാൻ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 30 വർഷമായി. 3-4 ഭാഷയിൽ ഞാൻ ഡിവൈൻ്റെ വൈദികരുടെ കൂടെ സഹായിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. അപ്പോൾ
അപ്പോൾ KL91 ബ്ലോഗിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും കാണുക. ഞങ്ങൾക്ക് ആവുന്ന രീതിയിൽ ഞങ്ങളുടെ വില്ലേജും പരിസരങ്ങളും പാടവും വീടും വീട്ടുകാഴ്ചകളും കുറച്ച് ഫുഡും എന്താ പറയുക യാത്രകളും എല്ലാം കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ ബൈ, താങ്ക്